ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കുടമ്പുളിട്ട് വെച്ച അടിപൊളി നെയ്മീൻ കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കണേ നോക്കിയാലോ. ഉരുളിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഉലുവ ഒരു ബ്രൗൺ കളറാണ് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉലുവ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 7ഓളം വെളുത്തുള്ളി ചതച്ചതും അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചക്കുത്ത് മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു 25ഓളം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയുടെ നിറം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതോടൊപ്പം തന്നെ പെട്ടെന്ന് വഴരാനായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലോട്ടേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളിലേക്ക് പച്ചക്കുത്തപ്പം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1.5 തക്കാളി നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയുടെ ആ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ആ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. 4 കഷ്ണം കുടംപുളിയാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് 2 ഗ്ലാസ് തിളച്ച വെള്ളം തന്നെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മസാല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോഴേ നന്നായിട്ട് ഇളക്കാൻ പറ്റുള്ളൂ. വെന്ത് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവും. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം വെട്ടി തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യത്തെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും പിന്നത്തെ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. ചാറൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരിഭവമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് തണുക്കുമ്പോൾ ഇതിൻ്റെ ചാറൊന്നും കൂടി കുറുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണേക്കാളും മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടിപൊളിയായിട്ട് മീൻകറി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ കപ്പയുടെ ഒപ്പമായാലും ചോറിൻ്റെ ഒപ്പമായാലൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് രാത്രി
തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം പകലെടുക്കാമെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത്